ലിസി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുമ്പളങ്ങ മോര് കറി വയ്ക്കാനാണ് പോണത്. നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. പോയ കുമ്പളങ്ങ നുറുക്കി കഴിഞ്ഞു. നമുക്ക് അടപ്പത്തിടാം. നമുക്ക് കുമ്പളങ്ങ കഴുകി അടപ്പത്ത് വയ്ക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിടണം, മഞ്ഞപ്പൊടി ഇടണം, കുറച്ച് വെള്ളം ഒഴിച്ച് അടപ്പത്ത് വയ്ക്കണം. മൂടി വെച്ച് വേവട്ടെ. പച്ചമുളക് ഇടാൻ മറന്നു, അതിട്ടു. മൂടിയിരുന്ന് വേവട്ടെ. മരിയമോള് കരയണു, തൈര് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തരാമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ കരച്ചിൽ നിർത്തിയത്. ഇപ്പോൾ കഴിച്ചോട്ടാ. കുളിക്കാൻ പോണു കുട്ടി. അപ്പോൾ കുട്ടി ഇത് കണ്ടോട് കൂടി ഇത് കിട്ടിയ തീരോ. വേഗം കഴിച്ചോ. നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം അരയ്ക്കാം. രണ്ട് വെളുത്തുള്ളി ഇടണു, 2 മണി കുരുമുളക് ഇടണു, ചെറിയ ജീരകം ഇടണു. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അരക്കട്ടെ. നമ്മുടെ കുമ്പളങ്ങ വെന്തു. അപ്പോൾ അതിലേക്ക് നാളികേരം അരച്ചത് ഒഴിക്കാം. നാളികേരം ഒഴിച്ചു. ഞാൻ തിളയ്ക്കുമ്പോഴേക്കും തൈരൊന്ന് അടിച്ചെടുക്കട്ടെ. തിളയ്ക്കട്ടെ പുളിക്കാം. നാളികേരം അടിച്ച ജാറിൽ തന്നെ തൈരൊന്ന് അടിച്ചെടുക്കട്ടെ. നല്ല കട്ട തൈര് വീട്ടിലുണ്ടാക്കിയതാ. അതിലേക്ക് മോരൊഴിക്കും. തൈര് 2 വേപ്പിൻ്റെ ഇല ഇടണം. തിളയ്ക്കാൻ പാടില്ല എന്ന് ചിലർ പറയാം. തിളപ്പിക്കാറുണ്ട്, അങ്ങനെ പിരിയാറൊന്നുമില്ല. ഉപ്പ് നോക്കട്ടെ. ഉപ്പ് ഇത്തിരി കുറവുണ്ട്. കറി തിളച്ചു. ഞാൻ അതിൽ കാച്ചി ഒഴിക്കാനുള്ള ചട്ടി വെച്ചതിൽ എണ്ണ ഒഴിച്ചു. ചൂടാവട്ടെ. അപ്പോൾ എണ്ണ കാഞ്ഞു. കടുക് ഇട്ട് ഉലുവ, വറ്റൽമുളക്, 2 വേപ്പിൻ്റെ ഇല. നമ്മുടെ മോര് കറി റെഡിയായി. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പപ്പടം വറക്കാം. ഇപ്പോൾ ചട്ടി വെച്ച് എണ്ണ ഒഴിക്കണം. നമുക്ക് ആയട്ടെ. എണ്ണ കാഞ്ഞ് പപ്പടം വറക്കട്ടെ. വറുത്ത് കഴിഞ്ഞു. അപ്പം ഇന്നത്തെ കറികൾ മോര് കറി, രാവിലത്തെ കാബേജ് ഉപ്പേരി, പപ്പടം വറുത്തത്, പിന്നെ അച്ചാറും. ഇന്നത്തെ കറികൾ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.